എന്റെ കട്ടിൽ അവിടെ പോയി? ദേ ഇവിടെ കിടപ്പുണ്ട്. ആര് പറഞ്ഞു അതെടുത്ത് ഓടിയിടാൻ? പുറത്ത് നല്ല മഞ്ഞ. അതൊക്കെ ഞാൻ കുറെ കൊണ്ടതാ. എനിക്ക് അവിടെ കിടന്നാലും ഉറക്കം വരുള്ളൂ. അതെ, ശത്രുക്കളാ ചുറ്റും. കയ്യും മുഖവും കഴുകി വന്ന ഭക്ഷണം എടുത്തു വെക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. എന്നാ എനിക്കും വേണ്ട. നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിലേ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവൾ കഴിച്ചേ പറ്റൂ. ഉറങ്ങിയോ? എനിക്ക് വിശക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ട്? അപ്പൊ എനിക്ക് വിശപ്പില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് വേഗം എടുത്തേ. നോക്കി നിൽക്കാതെ എടുത്ത് കഴിക്കരുതോ? കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. അതങ്ങനെയാ. വേണ്ട, ഞാൻ എടുത്തോളാം. അതിനിടെ തലക്കിട്ടടിക്കുന്നു. മതി, നിർത്തി. മരടൻ. വേറെ പാത്രം ഒന്നും ഇല്ല ഇവിടെ. ഇത് എങ്ങനെയാ? എന്ത് ചോദിച്ചാലും കാര്യം പറയാം. അതെങ്ങനെയാ ഇതിങ്ങനെയാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഓ, അതെ, നിലത്ത് കിടക്കണ്ട. കട്ടില് വേണമെങ്കിൽ അകത്തിട്ട് തരാം. വേണ്ട, ഞാൻ പായൽ കിടന്നോളാം. അല്ല, ഈ തണുപ്പ് തട്ടി കുഞ്ഞിനെന്തെങ്കിലും? കുഞ്ഞ് എന്റെ വയറ്റിലല്ലേ, ഒന്നും പറ്റില്ല. അതെ, ആ വാതിലും കിടച്ചേക്ക്. അതെന്തിനാ? പുറത്ത് കാവലുണ്ടല്ലോ. ഇത്തിരി പണിയാണ് മോളില്. എടാ താഴോട്ടിറങ്ങാൻ. ഇത്തിരി പണിയാണെന്ന് മോളില്. എടാ താഴോട്ടിറങ്ങാൻ പറഞ്ഞാൽ മേളിലോട്ട് കയറി വരും ഞാൻ. ഇറങ്ങണ ഇറങ്ങണ. എടാ ഇങ്ങോട്ട്
ഇറങ്ങി വാടാ നീ, ഇറങ്ങി വാ. എടാ ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞു. ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങ്. എടാ ഇറങ്ങാൻ. ഏ? നിക്കാം. നിക്കാനാ പറഞ്ഞത്. എന്താ കാര്യം ഉണ്ടായത്? കാര്യം എന്താ അവനോട് ചോദിക്കാം. എന്തായാലും ഉണ്ടായത്? എന്റെ പൊന്നിക്ക, ഞാൻ തെങ്ങ് കയറി ചെത്തുകയായിരുന്നു. അറിയാണ്ട് താഴോട്ടൊന്ന് നോക്കിപ്പോയി. അപ്പൊ കുളിക്കണത് കണ്ട്. അതിനാണ് ഇപ്പൊ അവനെ കൊല്ലാനും വേണ്ടി നടക്കണേ. അവിടെ ഈ കുളിക്കുന്ന ഓരോന്ന് കണ്ടുപോയി. അതിനെന്താ കുഴപ്പം? ഇവരാണല്ലേ. എന്റെ കുളിയല്ല, പിന്നെ അവള് കുളിക്കുന്നത് നോക്കുമായിരുന്നവൻ. അവളോ? എവള്? എന്റെ വീട്ടിലെ പെണ്ണ്. നിന്റെ വീട്ടിലെ പെണ്ണോ? അതെ, സിന്ധു. അവൾ എന്റെ പെണ്ണ. അവള് നിന്റെ പെണ്ണാന്നുള്ളതിന് എന്താ തെളിവ്? ഇത്രയും കാലമായിട്ട് ഓളെ കഴുത്തിലൊരു മിന്ന് കേട്ടാൻ എനിക്ക് തോന്നിയോ? പിന്നെ എന്തർത്ഥത്തിലാണ് ഓൾ എന്റെ പെണ്ണാണ്? അല്ല, അത് പിന്നെ അതെ 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 കുറെ നേരം നോക്കി കഴുത്ത താലി കാണാഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ നോക്കിയത്. അവൾക്ക് നേരോ? എന്റെ മോനെ മോനെ അച്ചുട്ടിയെ, ഈ ആദ്യം നാട്ടു നടപ്പനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് പറയും ഓൾ എന്റെ പെണ്ണാണെന്ന്. അല്ലാത്തടത്തോളം കാലം തെങ്ങിന്റെ മുകളിൽ കല്ലെത്തി എത്തി നോക്കുകയും ചെയ്യും, ഒരു വാതിലൊന്ന് മുട്ടുകയും ചെയ്യും. അതിന്റെ ഒക്കെ പുറകെ അടുക്കാനേ എനിക്ക് നേരം കാണുള്ളൂ. അതിനൊന്ന് എന്നെ കൊണ്ട് കഴിയില്ലെങ്കിലേ അങ്ങോട്ട് ഇറക്കി വിട്ടാളോളെ. ഇവിടെ വായി. നീ എന്റെ പെണ്ണാണ്. ഇനി എല്ലാവരും നിന്നെ അങ്ങനെ കാണാവൂ. അച്ചോട്ടിയുടെ പെണ്ണ്. കരയുന്നു. മോളെ, ചേച്ചി എന്തോ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ. അച്ചൂട്ടി, ഇവൾ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ. ഇവളുടെ കണ്ണ് നിറയാൻ ഒരിക്കലും നീ ഇടവരുത്തരുത്. പാല്. എന്തിനാ ഇത്? എനിക്ക് ഈ നേരത്ത് ഇതൊന്നും കുടിച്ച് ശീലമില്ല. അതറിയാം, പക്ഷേ ഈ രാത്രിക്ക് ഇങ്ങനൊരു ചടങ്ങുണ്ട്. ചടങ്ങോ? ഇത് കുടിച്ചേ പറ്റൂ. മതി മതി മതി. അതിനെ ബാക്കി കുടിക്കുന്ന വേറെ പാലില്ല ഇവിടെ. അതങ്ങനെയാ. ആ ഈ മുഖത്തിന് ഇതാ ചേരുന്നത്.
ആണല്ലേ? ഉം. അച്ചൂട്ടി ആരായി പേരിട്ടത്? അറിയില്ല, ഓർമ്മ വെച്ച നാണുപോലെ എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നേ. അച്ചൂട്ടി. ഞാൻ അങ്ങനെ വിളിക്കില്ല. ഞാൻ അച്ചുവേട്ടാന്ന് വിളിക്കട്ടെ? അച്ചുവേട്ടൻ. അച്ചുവേട്ടൻ. ഒന്ന് വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടൻ. ഒന്നുകൂടി വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടാ. അങ്ങോട്ട് ആഞ്ഞു തള്ളടോ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. നോക്കി നിൽക്കാതെ സാധനങ്ങളൊക്കെ ഇറക്ക്. അടുത്ത ലോഡ് എടുത്തു വാ. പെങ്ങളെ, ഇതാണ് നമ്മുടെ വീട്ടുടമസ്ഥൻ, സാക്ഷാൽ അവറാച്ചൻ മുതലാളി. വീട്ടുടമസ്ഥന്ന് വേറേ ഉള്ളൂ. വാടകാന്നും പറഞ്ഞ് ഇവിടുന്ന് ഒറ്റ പൈസ കിട്ടാറില്ല. പഞ്ഞന്തൂറിൽ നിർത്തിക്കൂടണ്ട മുതലാളി. കുളിമുറി എവിടെയാ കെട്ടണ്ടേ? കുളിമുറിയോ? ആ, അച്ചൂട്ടി ഇന്ന് രാവിലെ വന്ന് പറഞ്ഞേച്ച് പോയതാ. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇവിടെ കുളിമുറി ഉണ്ടായിരിക്കണം. എവിടെയാ സ്ഥലം എന്ന് വെച്ചാൽ വേഗം അങ്ങോട്ട് കാണിച്ചു കൊടുക്കും പെങ്ങളെ. കെട്ടി തുടങ്ങിക്കോട്ടെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ വീടിന്റെ പുറകിൽ കെട്ടിയാ മതി. ഓ, പിന്നൊരു കാര്യം, എന്റെ കഷ്ടകാലത്തിന് മോക്കൊരു പൂതി കേറിയിട്ട് ഇവിടെ ഒരു ബെഡ്റൂം കെട്ടണമെന്നോ സ്വിമ്മിംഗ് പൂള് പണിയണമെന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ കുത്തുപാള എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു യോഗം ജാതകത്തിൽ ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും മുതലാളി. ഓ, നിന്റെ കരുനാക്കൊന്നും പറയാതെ അട്ടപ്പാടി. സിന്ധു, സിന്ധു. ഉറങ്ങായിരുന്നു? എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുക? ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അവിടെ ഇരിക്കേ. എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇവിടെ ഒറ്റയ്ക്കാന്ന് അച്ചുവേട്ടൻ അറിയില്ലേ? അതാണോ? ദേ, ഇത് പിടിക്കേ. എന്നിട്ട് എത്രയുണ്ടെന്ന് എണ്ണി നോക്ക്. പിടിക്കുന്നേ. ആരുടെ ജീവന്റെ വിലയായത്? ഇതുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതിന്റെ പേരിൽ ഒരു ചില്ലിക്കാശ് വാങ്ങിയിട്ടുമില്ല. മനസ്സിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു. ഇപ്പോ ജീവിക്കണമെന്നൊരു തോന്നൽ. ദൂരെ എവിടെയെങ്കിലും പോയി കുറച്ച് സ്ഥലം വാങ്ങണം. എന്നിട്ടതിൽ ചെറിയൊരു വീടുണ്ടാക്കണം. അവിടെ നീയും നമ്മുടെ കുഞ്ഞും പിന്നെ ഞാനും. എന്താ? വേണം, എല്ലാം വേണം. പക്ഷെ അതൊക്കെ നേരായ മാർഗത്തിലൂടെ സമ്പാദിച്ച പണം കൊണ്ടായിരിക്കണം. അച്ചുവേട്ടന്റെ കയ്യിൽ നോട്ടുകെട്ടുകൾ കാണുന്നത് തന്നെ എനിക്ക് പേടിയാ. ഓരോ സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം തിരിച്ചു വരും എന്ന് ഉറപ്പോടെയാ കാത്തിരിക്കുന്നത്. പക്ഷെ അച്ചുവേട്ടൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുന്നുള്ളതിന് എനിക്കെന്താ ഒരു ഉറപ്പ്? വേറെ എന്തെല്ലാം ജോലികളുണ്ട് ഈ നാട്ടിൽ. എന്ത് ജോലിയും ചെയ്യാനുള്ള ആരോഗ്യം എന്റെ അച്ചുവേട്ടനുണ്ടല്ലോ. എന്നെയും എന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് ഇനി ഇങ്ങനെയുള്ള ജോലിക്കൊന്നും പോകരുത്. എല്ലാം അവസാനിപ്പിക്കണം, എല്ലാം. നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അവനെ നന്നായി വളർത്തണം, വലിയവനാക്കണം. ഇനി ഇതിനൊന്നും പോവില്ലെന്ന് എന്നോട് സത്യം ചെയ്. എല്ലാം ഇന്നോടെ നിർത്തിയെന്ന് സത്യം ചെയ്.
എന്താടാ ഉസ്താദെ, ഒരു കൈ സഹായിച്ചേൻ. ഇത് മതിയോ? ഈ കൈ മതി, ഈ കൈ അത് വേണ്ട. പണി കിടക്കടാ. ഉസ്താദ്, ഈ പണി ഇങ്ങനെ പോയി നമ്മുടെ ഓയിൽ സീൽ തല്ലൂട്ടോ. എടാ ഇതൊക്കെ ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന, പിന്നെ പരിചയം ആയിക്കോളും. അതിനാള് ജീവിച്ചിരുന്നിട്ട് വേണ്ട പരിചയമാ. എന്തിനാ അത് പൊക്കണേ? അതവിടെ ഇരുന്നോട്ടേ. എന്താ എടുക്കണോണ്ട് എടുക്കണ വലിയ കാര്യം. ഞാൻ പൊക്കും ഞാൻ. പൊക്കാൻ പറ്റില്ല. ജോലി ചെയ്യണം, തമ്പി. അതെ ആ ഒന്ന് വേഗം കൊണ്ടുപോവാ, വിശന്ന് കുടല് കരിയുന്നു. എന്തൊരു ധൃതിയാ ഇത്. ഇതാ എല്ലാം റെഡി. എല്ലാം റെഡിയാണ്. എന്തോന്ന് ഏ? ദേ അച്ചുവേട്ടാ. ആ ഉം. ഹാ, അപ്പോഴേക്കും തുടങ്ങിയോ? കൊണ്ടാ, ഞാൻ വിളമ്പി തരാം. നീ ഇരിക്കെ. അച്ചുവേട്ടൻ കഴിക്കേ, എന്നിട്ട് ഞാൻ നീ കഴിക്കാം. മതി മതി, നീ ഇവിടെ ഇരിക്കെ. അച്ചു ഇരിക്കെ. അതെന്താ? സാമ്പാർ. ആ മതി. എന്താ ഒന്നുമില്ല, എന്താ അച്ചുവേട്ടാ? ഒന്നുമില്ല, നോക്കട്ടെ, ഒന്നുമില്ലെന്ന് പറഞ്ഞു. നോക്കട്ടെ, കാണിക്ക്. ചെയ്ത് ശീലമില്ലാത്ത പണിയായതുകൊണ്ടാ. എല്ലാം ഞാൻ കാരണമല്ലേ? വേണ്ട, ഇനി അച്ചുവേട്ടൻ ഈ ജോലിക്ക് പോണ്ട. ഏയ് അതൊന്നും സാരമില്ലെന്നേ. എന്തൊക്കെ പറഞ്ഞാലും അധ്വാനിച്ച് ജീവിക്കാന്നൊക്കെ പറഞ്ഞ അതൊരു സുഖ. അത് മറ്റാർക്കും വേണ്ടിയല്ലോ, നമുക്ക് വേണ്ടിയല്ലേ. കുളിച്ച നന്നായി തോർത്തണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേക്കില്ല. ഇവിടെ ഇരുന്നേ, ഇരിക്കെ. മതി. ഇരിക്കാൻ. എന്താ അച്ചുവേട്ടാ ഇത്? ഞാൻ എന്റെ മോനെ ഉമ്മ വെച്ചതല്ലേ. ദേ അച്ചുവേട്ടാ, കുറച്ച് കൂടുന്നുണ്ട്. അത് ശരി. ആ അതെ, ശാന്തയെടുത്ത് ഗുരുവായൂർക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. നേർച്ച നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്തണമെന്ന്. നടത്തിക്കളയാ. ആ പിന്നെ ഒരു കാര്യം ചെയ്യാം, 2 ദിവസം മുമ്പേ നമുക്ക് ഗുരുവായൂർക്ക് പോവാം. അതെന്തിനാ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ എങ്ങും പോയില്ലല്ലോ. നമ്മുടെ കുഞ്ഞിന്റെ ചോറൂണ് മാത്രമായിരിക്കില്ലെന്ന്. നീയും നമ്മുടെ മോനും ഞാനും ഒക്കെ കൂടിയുള്ള ഒരു മധുവിധു യാത്ര. ഈ അച്ചുവേട്ടന്റെ ഒരു കാര്യം, കുഞ്ഞിനെയും കൊണ്ടാണോ മധുവിധ യാത്ര? എന്താ കുഴപ്പം? എന്താ പിന്നെ അവിടെ ഇവിടെ ആരും ഇല്ലേ? ഇത് ആരും വിളിക്കുന്നു. മോളു, നാളെ മോളുടെ ചോറൂണാ, അതിന് ക്ഷണിക്കാൻ വന്നതാ. ഇവിടെ ഇല്ലേ? ഉണ്ട്, വാ. ഞാനിപ്പോ വരാവേ. അച്ചുവേട്ടാ, മോളുടെ ചോറൂണ നാളെ. നിങ്ങൾ രണ്ടുപേരും കൂടി വരണം. നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ ദുഷ്ട. എന്താ വരില്ലേ? ദേ, വന്നില്ലെങ്കി നിങ്ങളുടെ കൊച്ചിന് ചോറൂണിന് ഞങ്ങളും വരില്ല കേട്ടോ. വരട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. അയ്യോ വേണ്ട, ഇനിയും 2-3 വീടുകൾ ക്ഷണിക്കാനുണ്ട്, പിന്നീടാവാം. ശരി. അച്ചുവേട്ടാ, സിന്ധു, അയ്യോ എന്തായി കാണിക്കുന്നേ? നിന്റെ തലയിൽ ഇടുത്തി വീഴും, ലോറി ഇടിച്ച് ചാകും, തെമ്മാടി തെണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ ശപിച്ചിട്ടുള്ളവർ ഇന്ന് എന്നെ വന്ന് അവരുടെ വീടുകളിലേക്ക് ക്ഷണിക്കുന്നത് കാണുമ്പോ എനിക്ക് സിന്ധു, നീ എന്റെ ജീവിതത്തിലേക്ക് കയറി വന്നോടെ എല്ലാവരും എന്നെ ഒരു മനുഷ്യനായി കാണാൻ തുടങ്ങിയത്. എന്റെ ഈ ജന്മം മുഴുവനും നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുക. എന്താ അച്ചുവേട്ടാ ഇത്? കൊച്ചുകുട്ടികളെ പോലെ.